അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഷാഡോ ഫിക്സ് ആണ് ഓടാൻ പോകുന്നത്. സൊമാറ്റോ ശരിയാവില്ല, കാരണം ഞാൻ ജിക്സ് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങും ഇങ്ങും ജിക്സ് കിട്ടിയിട്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഷാഡോ ഫിക്സ് ആണ് ഓടാൻ പോകുന്നത്. അപ്പോൾ ബാഗ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞു നിർത്തത്തില്ല, ലെറ്റ്സ് ഗോ. വെൽക്കം ബാക്ക് അഗൈൻ ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മൾ സിറ്റിയിൽ എത്തി കേട്ടോ. ഓണാക്കിയിട്ടുണ്ട്, ഓൺലൈൻ ആയിട്ടുണ്ട്. ഓർഡർ അടിക്കും, ഉടനെ തന്നെ അടിക്കും. സൊമാറ്റോ പോലെ അല്ല, ഷാഡോ ഫിക്സ് ചില സമയങ്ങളിൽ മാത്രമേ ഓർഡർ പതുക്കെ അടിക്കാവുള്ളൂ. അല്ലാത്തപ്പോഴെല്ലാം പെട്ടെന്ന് ഓർഡർ അടിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോണ സമയം എന്ന് പറയണത് രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും, ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ 12 മണി വരെ നോക്കട്ടെ. അത്ര എനിക്ക് വയ്യ എന്തായാലും. ദിവസം കുറഞ്ഞില്ല കാശ്. ഓക്കെ കാശ്, നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം ദോശ കൊണ്ടാണ്. അപ്പോൾ രാവിലെ അപ്ലോഡിങ് എല്ലാം ചെയ്ത് വീഡിയോ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ കുറച്ച് എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ബൈ. ഹലോ, 12:15. ഗൈസ്, നമ്മൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. 2 കോഫി വിത്തൗട്ട് പേപ്പർ കപ്പും, പിന്നെ സ്ക്രബിൾഡ് എഗ്ഗും കടലക്കറി. അതാണ് നമ്മളെ ഐറ്റം. കൊടുക്കാനുള്ള എവിടെ എന്തോ കേട്ടോ, ഞാൻ നോക്കിയില്ല. നോക്കിയിട്ട് പറയാം. അപ്പം നമുക്ക് കൊടുക്കാനുള്ളത് എലങ്ങോം ഗാർഡൻ കൊടുത്തേക്കുന്നത്. എവിടെയാണോ ഇവിടുന്ന് 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 50 മീറ്റർ കൂടെ ഉള്ളൂ കേട്ടോ. ഇവിടെ തന്നെ 81. ഓക്കെ, ശരി, താങ്ക് യു. ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയത് 28 രൂപയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സായദാസാണ് കേട്ടോ, അമ്പലമുക്ക്. 2.6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ ഫുഡ് റെഡിയായ. ഭയങ്കര വെയിൽ കേട്ടോ, കഴിക്കാൻ വേണം. നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് 160 രൂപയ്ക്ക് പെട്രോൾ അടിച്ചേട്ടാ. ഗൈസ്, ഫുള്ള് ബ്ലോക്കാണ് ഗൈസ്. ഇങ്ങനെ പോവാൻ ഉത്തരവ്. ഓക്കെ,
നമ്മൾ ഐറ്റം എന്ന് പറയണത് പൂരി കോമ്പോയാണ് കേട്ടോ. പൂരിയും കോഫി കോമ്പോയാണ്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ദർശൻ നഗറാണ്. ദർശൻ നഗർ എവിടെയാണോ അറിഞ്ഞൂടാ. ഇവിടുന്ന് 2.9 കിലോമീറ്റർ ഉണ്ട്. എടുത്ത ഐറ്റം എന്ന് പറയുന്നത് പൂരി കോഫി, നല്ല കോമ്പിനേഷൻ. ഗൈസ്, നമുക്ക് കൊടപ്പനകുന്ന് റൂട്ടാണെന്ന് തോന്നണം കേട്ടോ. നമുക്ക് നോക്കട്ടെ. ഓക്കെ, കുറച്ചാളായി കേട്ടോ. അന്ന് ക്യാമറ ഇല്ലായിരുന്നു, ക്യാമറ കത്തിപ്പോയി അറിയാമല്ലോ. അപ്പോൾ നമ്മളെ KFC ഇല്ലേ, നമ്മളെ KFC ഉണ്ടല്ലേ എവിടുത്തെ, നമ്മളെ പാളയത്തെ KFC ഉണ്ടല്ലേ, പാളയത്തല്ല, മറ്റേ ആയുർവേദ കോളേജിൻ്റെ അവിടുത്തെ. അയ്യോ, ഒരു ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഓർഡർ അടിച്ചു. ബുധനാഴ്ച എഴുന്നേരം, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ പയ്യന്മാരെ ചോദിച്ചാൽ പറയണം ബുധനാഴ്ച അങ്ങനെ എന്നെന്ന്, ഭയങ്കര തിരക്കാണ്. ഏകദേശം പിന്നെ 8 മണിക്ക് ഓർഡർ അടിച്ച് 8:10 ആയപ്പോൾ ഞാൻ അവിടെ എത്തി. 8:10 ആയപ്പോൾ ഞാൻ അവിടെ എത്തി. പിന്നെ 8:10 ആയിട്ട് അവിടെ എത്തിയിട്ട് നോക്കി ചോദിച്ചാൽ പറഞ്ഞ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ശരി, ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് 9:30 ആയിട്ടും സാധനം കിട്ടില്ല. എന്നിട്ട് ഇവർ മിണ്ടില്ല. ഞാൻ ഇത് ചോദിക്കാം, നമ്പർ എടുത്ത് വെച്ച് ചോദിക്കണം. അപ്പോൾ പറഞ്ഞ് റെഡി ആയില്ല, ഇത് സമയം എടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ശരി, പോട്ടെ. 10:15 ഞാൻ ചോദിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു, ചേട്ടാ അത് ഇന്ന് ഇങ്ങനെയാണ് റെഡി, ഇത് ഫുഡ് താമസമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പുറത്തുനിന്ന പയ്യൻ നമ്മളെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുടെ ചോദിച്ചാൽ പറഞ്ഞു ബുധനാഴ്ചയാണ് അങ്ങനെയെന്നാണ് പറഞ്ഞത്. അവസാനം ഞാൻ അവിടെ നിന്ന് കുറി അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒരേ നിൽപ്പ് നിൽക്കുന്നു 2-2.5 മണിക്കൂർ. അവസാനം 10:10 ആയപ്പോൾ അവന്മാർ പറയണ് ഫുഡ് വേറെ ആൾ കൊണ്ടുപോയി, ഞങ്ങളെ ആൾ കൊണ്ടുപോയി, ഇവിടുന്ന് ആൾ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ എന്നെ പിടിച്ച് നിർത്തിയത്? എനിക്കാണെങ്കിൽ വിളിക്കാനും കസ്റ്റമർ കെയർ വിളിച്ച് ക്യാൻസൽ ചെയ്യാനും വേറെ ഒന്നിനും പറ്റില്ല. കോള് പോകുന്നില്ല, കസ്റ്റമർ കെയർ എടുക്കണമില്ല. ഞാൻ ആ പാടെ പെട്ട്. എനിക്കാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഈ ഒരു ഓറും കൂടെ ഉള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് വീട്ടിൽ പോവാം. പക്ഷേ 8:30 അല്ലെങ്കിൽ 8:45 വീട്ടിൽ പോകാനുള്ള ഞാൻ അന്ന് പോയത് 11:11 ഞാനന്മാർ കുഴപ്പം. ഓക്കെ, പതിനൊന്നര ആയി വീട്ടിൽ പോയത്. അത്രയും നേരം ഞാൻ അമ്മമാരുടെ മലയാളത്തിൽ ഞാൻ ചോദിച്ചു ഫുഡ് റെഡി ആയോ ഇല്ലയോ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ തരാമെന്ന് പറഞ്ഞു നിന്ന് അവർ ലാസ്റ്റ് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാർ കൊണ്ടുപോയി, എനിക്കാണെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തൊരു സംഭവം പിന്നെ നമ്മൾ ഓർഡർ എടുത്ത കസ്റ്റമറിനെ തന്നെ അവരെ KFC തന്നെ ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പം ഞാൻ ആരായി? ഞാൻ ശശിയെ. എനിക്കത് ദേഷ്യം വന്നത്. അവന്മാർ ഒരു ഇത് സമ്മതിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേടത്ത് അങ്ങനെയാണെന്നൊക്കെ പറയുള്ളൂ. നമ്മളെ വിട്ടിട്ട് നമുക്കല്ലേ അറിയാവൂ. നമ്മൾ വെയിറ്റ് ചെയ്യാം, ഓക്കെ, കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. എത്ര മണിക്കൂറാണോ വെയിറ്റ് ചെയ്യാം. അത് പറയണ്ടേ എപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുമോ, സാധനം ഉണ്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണോ, ഒന്നും പറയില്ല.
അതാണ് വിഷയം, അല്ല വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പറയണം നമ്മളുടെ സാധനം ഉണ്ടോ, സാധനം കിട്ടുമോ, എപ്പോൾ കിട്ടും, ഇതൊന്നും മിണ്ടില്ല. ചോദിച്ചതിന് മറുപടി ഒന്നും പറയില്ല. അപ്പോൾ നമ്മളുടെ ക്യാൻസൽ ചെയ്യാൻ പറയും. നമ്മളെങ്ങനെ ക്യാൻസൽ ചെയ്യും? ആലോചിച്ച് നോക്കും. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ ഓപ്ഷനേ ഇല്ല. കസ്റ്റമർ ക്യാൻസൽ ചെയ്യണോ, അതുപോലെ നമ്മൾ ക്യാൻസൽ ചെയ്താൽ നമ്മളെ റേറ്റിംഗ് കുറയും, പണി പാളും, ചിലപ്പോൾ പെനാൽറ്റി വരും. നമ്മൾ ഇത്ര നാൾ കഷ്ടപ്പെട്ട് നിന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പാളയം ആയുർവേദ കോളേജിൻ്റെ അവിടുത്തെ KFC പോണവർ സൂക്ഷിച്ചോളാം. ബുധനാഴ്ച ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. തോറും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ശരി, ഓ ഞാൻ അങ്ങ് അപ്പുറത്ത് പോയി നോക്കിയില്ല, അതെ ശ്രദ്ധിച്ചില്ല അങ്ങോട്ട്. അല്ല പിന്നെ ലൊക്കേഷൻ കുറച്ച് അപ്പുറത്ത് നിന്നാൽ റീച്ച് ആവണം. അപ്പം അവിടെ നോക്കിയപ്പോൾ രണ്ടും ഉണ്ട്. രണ്ടും ഉണ്ട്. ശരി, ഓക്കെ. കാഴ്ച നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. $34 കേട്ടോ. നമ്മൾ പെട്രോൾ അടിച്ച് എന്താണ് ഒരു സൈഡ് വലിവ്? എന്താണ് ഒരു സൈഡ് വലിവ്? മുതലാളി പിടിച്ച് വലിച്ചിട്ടല്ലേ? നീ പിടിച്ച് തള്ളല്ലേ? പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൂടെ വേണം വണ്ടിക്ക് ഒരു വലിവ് അങ്ങോട്ട് പിടിച്ച് വിളിക്കരുത്. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അയ്യൻദാസ് തന്നെ കേട്ടോ. അമ്പലവും റെഡി ആയിട്ടില്ല, റെഡി ആയിട്ടില്ല കേട്ടോ. നമുക്ക് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോഴത്തേക്ക്. ഓക്കെ, ശരിയല്ല. ഇപ്പോൾ ഒരു ഓട്ടോക്കാരൻ ഒരു ചേട്ടൻ്റെ ഹോട്ടലിൽ നിന്ന് തീ വന്നു ഫ്രണ്ട് സൈഡിൽ നിന്ന്. നോക്കിയപ്പോൾ ബാറ്ററി ഷോർട്ടായി കിടന്നു. അത് കുഴപ്പമില്ല, കണ്ടുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നിർത്തിയിട്ടിട്ട് പോയാൽ പണിയാണ്. പോയിറങ്ങണ്ടേ, ഷോർട്ടായി. ഏതോ ഫുള്ള് മൊത്തം പുക കേട്ടോ അതിൻ്റെ അത് വയറ് കരിഞ്ഞ്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ചാനൽ താമസിച്ചു. ശരി, ഓക്കെ. ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ട്. കിട്ടിയത് എത്ര അത് പോയി കേട്ടോ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. നേരത്തെ അടിച്ചതാണ്, അതിൽ എക്സ്പ്രസ് ആണ് കേട്ടോ. $99. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റം എന്ന് പറയണത് ABC 350, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ പാഷൻ ഫ്രൂട്ട് കുലുക്കി സർബത്ത്.
നമ്മൾ കൊടുക്കാനുള്ളത് എടപ്പഴിനിയാണ്. വിവേകാനന്ദ നഗറിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ 5.2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, മഴ പെയ്യാണ്. കേസൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏകദേശം 950 മീറ്ററും കൂടെ ഉള്ളൂ. വലിയ മഴയൊന്നുമില്ല കേട്ടോ, ചെറിയ മഴ, കുഴപ്പമില്ല. ഓക്കെയാണ്. ഇവിടെ തന്നെ പിടിച്ചോളേ, തണുപ്പാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മദേഴ്സ് വെജ് പ്ലാസയാണ്. ഇവിടുന്ന് 3.8 കിലോമീറ്റർ ഉണ്ട്. മഴയും കൂടെ പെയ്തോണ്ടേ. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറയുന്നത് പിസ്സ ദോശയാണ് കേട്ടോ. പിസ്സ ദോശയും ഇഡ്ഡലിയും പുട്ടുമാണ് എടുത്തത്. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതെന്ന് പറയണത് അട്ടക്കുളങ്ങരയാണ് കേട്ടോ. ഓ, ഒരാഴ്ചയുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഒരാൾ വീണ് കേട്ടോ. പോകണം. ഗായ്സ്, നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നിയർ സ്വീറ്റ് ഷോപ്പിൽ നിന്നാണ് കൊടുത്തിങ്ങനെ. ഇപ്പോഴാണോ മോളോ? ശരി, SK614 പിന്നെ അല്ല, നിങ്ങളല്ലേ പറയുന്നത്? പേര് തന്നെ ഇവിടെ തന്നെ. ചെയ്ത്. ശരി, ഓക്കെ. ഇത് കാശ് നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കിട്ടിയത് 57 കേട്ടോ കിട്ടിയത്. ഓക്കെ, അടുത്ത ഓർഡർ ഉടനെ അടിക്കും. പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഫ്രഷ് ഫാമാണ്. ഫ്രഷ് ഫാമിലാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. അയ്യോ, നടന്നുപോയി ഗായ്സ്, ആരൊക്കെയുമില്ല. ഫ്രഷ് ഫാമിലാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, ശരി എന്നാൽ.
ഇതിലോട്ടാണ്. ഓക്കെ ഗായ്സ്, നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഓർഡറടിച്ചത് ഫ്രഷ് ഫാമിലാണ് കേട്ടോ. 20.99. 20.99. AB1 നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മട്ടനാണെന്ന് തോന്നുന്നു കേട്ടോ. ഗാന്ധി സ്മാരക നഗർ, തിരുവനന്തപുരം എന്നാണ് കൊടുത്തേക്കാം. ഇവിടുന്ന് 2.8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റം മട്ടനാണ്. ഗായ്സ് 11:10 കേട്ടോ. 11:10. 12 മണിവരെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് 2.8 കിലോമീറ്റർ ഉണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം മട്ടൻ 2 കിലോ. മട്ടൻ 2 കിലോ. നമുക്ക് 12 മണിവരെയാണ്. ഇനി ഏകദേശം 3/4 മണിക്കൂർ കൂടുതലുണ്ട് കേട്ടോ. 50 മിനിറ്റ് കൂടെ ഉണ്ട്. 50 മിനിറ്റിനകത്ത് ഓർഡറടിച്ചാൽ ഓക്കെ. അപ്പോൾ പരുന്ത് കേട്ടോ. പുളി പാമ്പിനെ കുത്തിയെടുത്തോണ്ട് പോകണം കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 38 രൂപയാണ് കേട്ടോ. 28 രൂപയാണ് കേട്ടോ. ഗായ്സ്, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സ്ക്വയർ ഓൺ മെയ്ഡ് ട്രീറ്റ് ചാനലാണ്. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ് കേട്ടോ. ഗായ്സ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എടുക്കണേ ഫുഡ് എടുക്കാൻ ഓർഡർ എടുക്കുന്ന ഇതിൻ്റെ അകത്ത് പോയി ഓ. ഗായ്സ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ആദ്യം പുറം കൂടിയായിരുന്നു കേട്ടോ. ആദ്യം ഇതിൽ കൂടെ ആയിരുന്നു, പിന്നെ മാറ്റിയത്. വേറെ ശരി 0 ഓക്കെ. ടാക്സി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ പപ്സും ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ പപ്സും മീൽസും ഇട്ടേക്കുന്നത് കേട്ടോ. ചിക്കനാണ് എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ
ഓക്കെ, നമുക്ക് കൊടുക്കാനുള്ളത് കൊച്ചുള്ളൂരാണ്. ഓക്കെ, നമുക്ക് കൊടുക്കാനുള്ളത് കൊച്ചുള്ളൂരാണ്. 2.9 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ പപ്സാണ് കേട്ടോ. മോനെ ഇല്ല, ചിക്കൻ പപ്സ് എന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും ഇത്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിലോട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം രാവിലെ ഉറക്കണിച്ചേ ഉള്ളൂ. സമയം ഇപ്പം 5:45. അപ്പോൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് 9 ഓവറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഏകദേശം ഒരു 6.25 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ, 2 മണി വരെ അല്ല, 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് 333 രൂപയും പിന്നെ ഒരു 500 രൂപ ഇൻസെൻറ്റീവ് ഉണ്ട്. അപ്പോൾ ഗായ്സ്, ഇതാണ് ഡീറ്റെയിൽസ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ. ശരി എന്നാൽ.